ചുവന്ന പുഷ്പങ്ങൾ പറ്റുവാണെങ്കിൽ ദേവിക്ക് സമർപ്പിക്കാൻ ശ്രമിക്കും കേട്ടോ. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യൂ കേട്ടോ. വിശ്വാസത്തോട് കൂടി തന്നെ ചെയ്യണം. വലിയ റെമഡിയും കാര്യങ്ങളൊന്നല്ല ഞാൻ പറയുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമുക്ക് ആ സമയത്ത് ഫീൽ ചെയ്യുന്ന എനർജീനെ കുറിച്ചാണ് പറയാറുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് നന്നായി പ്രാർത്ഥിക്കൂ, ദേവീനെ ഒന്ന് പ്രാർത്ഥിക്കൂ കേട്ടോ നന്നായിട്ട്. വിജയ് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. എനിക്കറിയാം സ്ട്രഗിൾ ഉണ്ട്, ഡിലേ ഉണ്ട്, അതാണ് പറഞ്ഞത്. സ്ട്രഗിൾ ഉണ്ട്. ജസ്റ്റിസ് കാർഡ് വന്നതും അതുകൊണ്ടാണ്. ദേവി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു എനർജി വരേണ്ട എൻ്റെ റീസൺ അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള കല്ലുകടിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചുറ്റും ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതാണ് ആദ്യമേ പറഞ്ഞത്, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പേഴ്സണലാക്കിയിട്ട് വെക്കുക, വേറെ ആരോടും തുറന്ന് പറയണ്ട എന്നുള്ള കാര്യങ്ങൾ. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടായിരിക്കുക, അതിൽ മീനിങ് ഉണ്ടെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കൂ കേട്ടോ. നിങ്ങൾ ആരുടെ അടുത്തും നിങ്ങളുടെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അപ്പം ഇതൊന്നും നിങ്ങൾ കുറച്ച് നാൾ ഒന്ന് ചെയ്ത് നോക്ക്. ഇപ്പം നമ്മൾക്കറിയാലോ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാളെടുത്തിട്ടാണ് ദൈവം കേൾക്കണേന്ന്. അപ്പം നിങ്ങൾ ഒരു വട്ടം ചെയ്ത് 2 വട്ടം അമ്പലത്തിൽ പോയി റിസൾട്ട് ഉണ്ട് അങ്ങനെയല്ല, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക. മാറ്റങ്ങൾ എന്തായാലും ലൈഫിൽ വരും. നന്നായി പ്രാർത്ഥിച്ചിട്ട് ചെയ്യുക. പിന്നെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു വേറൊരു ആസ്ട്രോളജിസ്റ്റിനെ കാണണം, അല്ലെങ്കിൽ അവിടുത്തെ ശാന്തിയോ നമ്പൂതിരി ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു തരും വേറെ കുറേ വഴികൾ. അപ്പം നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ്. ഇവിടെ ജസ്റ്റിസ് കാർഡാണ് വന്നിരിക്കുന്നത്, ടെമ്പറൻസ് കാർഡാണ്. ജസ്റ്റിസ് കാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളായിട്ട് നിങ്ങൾ വിഷമിച്ചിട്ട്